വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. നാളിതുവരെ ഭൂമിക്ക് പുറത്ത് മറ്റൊരു ലോകത്തും നമുക്ക് ജീവൻ കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല. നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് സമുദ്രങ്ങളിലാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ഭൂമിയിലുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ 80% ജീവിക്കുന്നത് ഇതേ സമുദ്രങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഭൂമിയിലേതുപോലെ സമുദ്രമുള്ള മറ്റൊരു ലോകത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണല്ലേ. ഈ സൗരയൂഥത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഉപഗ്രഹങ്ങളിൽ ഒന്നായ യൂറോപ്പയുടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉപരിതലത്തിന്റെ ഉള്ളിൽ ഭൂമിയിലെ സമുദ്രങ്ങളിലുള്ള ജലത്തിന്റെ ഇരട്ടിയിലും കൂടുതൽ ജലത്തെ ഉൾക്കൊള്ളുന്ന വലിയൊരു മഹാസമുദ്രമുണ്ട്. ഉപരിതലത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഈ ജലം പുറത്തേക്ക് ചീറ്റിത്തെറിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് പുറത്ത് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സാധ്യതയുള്ള ലോകമാണ് യൂറോപ്പ. യൂറോപ്പയിൽ ജീവനെ കണ്ടെത്തുന്നതിനു വേണ്ടിയും യൂറോപ്പയെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതിനുമായി ഈ കഴിഞ്ഞ ദിവസം നാസ യൂറോപ്പയിലേക്കൊരു പേടകത്തെ അയച്ചു. സൂര്യന്റെ ഹാബിറ്റബിൾ മേഖലയ്ക്ക് പുറത്ത് കോൾഡ് സോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ തണുത്ത് മരവിച്ച ലോകത്തിൽ എങ്ങനെയായിരിക്കും ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത്? ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും വളരെയേറെ കുറച്ച് ഊർജം ലഭിക്കുന്ന യൂറോപ്പയിൽ എങ്ങനെയായിരിക്കും ജീവൻ നിലനിൽക്കുന്നത്? യൂറോപ്പ ക്ലിപ്പർ മിഷനിലൂടെ നാസ എന്തെല്ലാം പര്യവേഷണങ്ങളാണ് യൂറോപ്പയിൽ നടത്താൻ പോകുന്നത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ അവലംബിക്കുന്നതിൽ നമുക്കറിയാവുന്ന 95 ഉപഗ്രഹങ്ങളിൽ ജൂപ്പിറ്ററിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന 6ാമത്തെ വലിയ ഉപഗ്രഹമാണ് യൂറോപ്പ. യൂറോപ്പ ഉൾപ്പെടെ വ്യാഴത്തിന്റെ ഏറ്റവും വലിപ്പം കൂടിയ കാലിസ്റ്റോ, ഗാനിമേഡ്, അയ്യോ എന്നീ 4 ഉപഗ്രഹങ്ങളെ ഗലീലിയൻ മൂൺസ് എന്നാണ് വിളിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഗലീലിയോ ഗലീലി തന്റെ ടെലിസ്കോപ്പിലൂടെ ആകാശത്തെ നിരീക്ഷിച്ചപ്പോഴാണ് വ്യാഴത്തിന്റെ ഏറ്റവും വലിപ്പം കൂടിയ ഈ 4 ഉപഗ്രഹങ്ങളെയും ആദ്യമായി കണ്ടെത്തിയത്. വ്യാഴത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് മാത്രമല്ല, സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 6ാമത്തെ ഉപഗ്രഹമാണ് യൂറോപ്പ. യൂറോപ്പയുടെ ശരാശരി വ്യാസം 3100 കിലോമീറ്ററോളമാണ്. അതായത് 3476 കിലോമീറ്ററോളം വലിപ്പമുള്ള നമ്മുടെ ചന്ദ്രനേക്കാളും ഒരൽപ്പം മാത്രം ചെറുത്. ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന വ്യാഴത്തെയാണ് യൂറോപ്പ അവലംബിക്കുന്നത് എങ്കിലും യൂറോപ്പയ്ക്ക് ഭൂമിയെ പോലെ തന്നെ ഒരു ഉപരിതലമുണ്ട്. പരിപൂർണമായും ഐസാൽ മൂടപ്പെട്ട ഒരു തണുത്ത ഉപരിതലം. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും കാണുവാൻ സാധിക്കുന്നത് പോലെ വലിയ പർവ്വതനിരകളോ വലിയ ഗർത്തങ്ങളോ ഒന്നും തന്നെ യൂറോപ്പയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയേയില്ല. സൗരയൂഥത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഖരവസ്തുക്കളിൽ ഏറ്റവും മിനുസമാർന്ന പ്രതലമാണ് യൂറോപ്പയ്ക്കുള്ളത്. ചെറിയ വെള്ള നിറത്തോടു കൂടിയ ഉപരിതലം, വരകളും ചെറിയ വിള്ളലുകളും എല്ലാം നിറഞ്ഞ അതിമനോഹരമായ മഞ്ഞുപാളി. ഉപരിതലത്തിന്റെ മുകളിൽ ഓക്സിജൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന നേർത്ത അന്തരീക്ഷമാണുള്ളത്. കട്ടി കൂടിയ ഈ ഐസിന്റെ ഉപരിതലത്തിന് ഏകദേശം 15 മുതൽ 25 കിലോമീറ്റർ വരെയാണ് കട്ടി. ഇതിന്റെ താഴെ മണ്ണും പാറകൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ട മാൻഡലാണുള്ളത്. മാൻഡലിന്റെ ഉള്ളിൽ ഇരുമ്പ്, നിക്കൽ എന്നിവ കൊണ്ട് നിർമ്മിതമായ മെറ്റാലിക് കോറുമുണ്ട്. യൂറോപ്പയുടെ ഉപരിതല താപനില ഏകദേശം -160 ഡിഗ്രി സെൽഷ്യസോളമാണ്. കൂടാതെ ഈ ഉപരിതലത്തിന്റെ തൊട്ട് താഴെ മാൻഡലിന്റെ മുകളിലായി വലിയ തോതിൽ ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു മഹാസമുദ്രമുണ്ട്. ആ സമുദ്രത്തിന് 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ ആഴമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് 10 കിലോമീറ്റർ എന്ന ഭൂമിയിലെ സമുദ്രത്തിൽ കണ്ടെത്തിയ ഏറ്റവും ആഴം കൂടിയ പ്രദേശത്തിന്റെ 10 ഇരട്ടിയിലും കൂടുതൽ ആഴം. ഭൂമിയിലെ സമുദ്രങ്ങളിലുള്ള ജലത്തിന്റെ ഇരട്ടിയിലും കൂടുതൽ ജലത്തെ ഈ മഹാസമുദ്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിലൂടെ നടത്തിയ പഠനങ്ങളിൽ നിന്നും യൂറോപ്പയുടെ കട്ടി കൂടിയ ഉപരിതലത്തിലെ വിടവുകളിലൂടെ 200 കിലോമീറ്ററിലും ഉയരത്തിലേക്ക് വലിയ തോതിൽ ജലം നീരാവിയായി ചീറ്റിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചു. ഇത്തരത്തിൽ ജലം ചീറ്റിത്തെറിക്കുന്നതിനെ വാട്ടർ ഫ്ലൂംസ് എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള പ്രതിഭാസം നമ്മൾ ആദ്യമായി കണ്ടെത്തിയത് ശനിയുടെ ഉപഗ്രഹമായ എൻസിലാഡസിലാണ്. സാറ്റേണിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച നാസയുടെ കസീനി എന്ന പേടകമാണ് എൻസിലാഡസിൽ ഇത്തരം പ്രതിഭാസം ആദ്യമായി കണ്ടെത്തിയത്. എൻസിലാഡസിന്റെ സൗത്ത് പോളിലൂടെയാണ് ജലം ചീറ്റിത്തെറിക്കുന്നത് എങ്കിൽ
യൂറോപ്പയുടെ ഉപരിതലത്തിൽ മുഴുവനും നമുക്ക് ഇതേ പ്രതിഭാസം കാണുവാൻ സാധിക്കും. ഈ ജലത്തിൽ നടത്തിയ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രൽ അനാലിസിസ് പോലുള്ള പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് യൂറോപ്പയ്ക്കുള്ളിലുള്ളത് നമ്മുടെ കടൽ ജലം പോലെ ഉപ്പ് വെള്ളമാണ് എന്നാണ്. ഏകദേശം 6,70,900 കിലോമീറ്ററോളമാണ് യൂറോപ്പയുടെ ഭ്രമണപഥ ദൂരം. ഇത്രത്തോളം വലിയ ഭ്രമണപഥത്തിലൂടെ ഏകദേശം 3.5 ദിവസങ്ങൾ കൊണ്ടാണ് യൂറോപ്പ ഒരു തവണ വ്യാഴത്തെ പരിക്രമണം ചെയ്തു തീരുന്നത്. യൂറോപ്പ അടക്കം ഗലീലിയൻ മൂൺസ് എല്ലാം വ്യാഴവുമായി ടൈഡലി ലോക്ക്ഡാണ്. അതായത് യൂറോപ്പയുടെ ഒരു അർദ്ധഗോളം വ്യാഴത്തെ നിരന്തരം അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും. സൗരയൂഥത്തിൽ 3 മേഖലകളാണുള്ളത് എന്ന് നമുക്കറിയാം: ഹോട്ട് സോൺ, ഹാബിറ്റബിൾ സോൺ, കോൾഡ് സോൺ. ഇവയിൽ ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളിൽ മാത്രമേ ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുകയുള്ളൂ. സൂര്യന്റെ ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്നത് നമ്മുടെ ഭൂമി മാത്രമാണ്. എന്നാൽ സൂര്യന്റെ ഹാബിറ്റബിൾ മേഖലയുടെ അതിർത്തിയിൽ നിന്നും ഒരുപാട് കിലോമീറ്ററുകൾ മാറി തണുത്ത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂറോപ്പയിൽ എങ്ങനെയായിരിക്കും ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത്? ജീവൻ നിലനിൽക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കോൾഡ് സോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂറോപ്പയെ എന്തിനായിരിക്കും ജീവൻ നിലനിൽക്കുവാൻ ഏറെ സാധ്യതയുള്ള ലോകമായി ശാസ്ത്രലോകം പരിഗണിക്കുന്നത്? സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഈ ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലും ജൂപ്പിറ്ററിന്റെ ശക്തമായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ജൂപ്പിറ്ററിന്റെ മാത്രമല്ല, യൂറോപ്പയെക്കാളും വലിപ്പം കൂടിയ മറ്റു 3 ഉപഗ്രഹങ്ങളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും യൂറോപ്പയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ ഗ്രാവിറ്റി മൂലം ഭൂമിയിൽ വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ടൈഡൽ ഫ്ലെക്സിംഗ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത്. ഇത് ഒരു ഗുരുത്വാകർഷണ പ്രതിഭാസമാണ്. ഒരു ബഹിരാകാശ വസ്തുവിന്റെ ഗുരുത്വാകർഷണ ബലം മറ്റൊരു ബഹിരാകാശ വസ്തുവിൽ സംഭവിപ്പിക്കുന്ന വ്യതിയാനങ്ങളെയാണ് ടൈഡൽ ഫ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ചെലുത്തപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിന്റെ എല്ലാ ഭാഗത്തും സ്ഥിരമല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുവാൻ കാരണം. സമീപത്തുള്ള വശം വിദൂര വശത്തേക്കാളും ശക്തമായി ആകർഷിക്കപ്പെടുന്നു. ഖരഭൗമ വേലിയേറ്റങ്ങൾ, ടൈഡൽ ലോക്കിംഗ്, ആകാശഗോളങ്ങളുടെ വേർപെടുത്തൽ, റോഷെ ലിമിറ്റിൽ വെച്ചുള്ള റിങ്ങുകളുടെ രൂപീകരണം, എക്സ്ട്രീം കേസുകളിൽ വസ്തുക്കളുടെ സ്പെഗറ്റിഫിക്കേഷൻ എന്നിവയെല്ലാം ഇതുമൂലം സംഭവിക്കുന്നവയാണ്. വ്യാഴത്തിന്റെയും മറ്റു 3 വലിയ ഗലീലിയൻ മൂൺസിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂറോപ്പയിൽ അനുഭവപ്പെടുന്നതിന്റെ ഫലമായി സംഭവിക്കുന്ന ഇതേ ഗ്രാവിറ്റേഷണൽ ഫ്ലെക്സിംഗ് മൂലമാണ് യൂറോപ്പയുടെ മഞ്ഞുപാളികൾക്കുള്ളിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ ടൈഡൽ ഫ്ലെക്സിംഗ് മൂലം യൂറോപ്പ നിരന്തരം നീളുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി യൂറോപ്പയിൽ വലിയ തോതിൽ ഫ്രിക്ഷനും ചൂടും അനുഭവപ്പെടും. ഈ ചൂട് തീർച്ചയായും യൂറോപ്പയുടെ സമുദ്രങ്ങളിലും അനുഭവപ്പെടും. ഇതിനെ ടൈഡൽ ഹീറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. യൂറോപ്പയിൽ വളരെ സവിശേഷമായ ധാരാളം മൂലകങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിലെ സമുദ്രജലത്തിലുള്ള സോഡിയം ക്ലോറൈഡ് യൂറോപ്പയിലെ ജലത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് ചീറ്റിത്തെറിക്കുന്ന ജലനീരാവിയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നുമാണ് നമുക്കിത് മനസ്സിലായത്. യൂറോപ്പയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും മറ്റ് കാർബൺ മോളിക്യൂളുകളും ചെറിയ തോതിൽ നൈട്രജനും ഫോസ്ഫറസും സൾഫറും യൂറോപ്പയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സാധ്യതകളുണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നത്. നാളിതുവരെ 7 ബഹിരാകാശ പേടകങ്ങളാണ് യൂറോപ്പയെ സന്ദർശിച്ചിട്ടുള്ളത്. 1973 പൈനിയർ 10ഉം തൊട്ടടുത്ത വർഷം 1974 പൈനിയർ 11ഉം യൂറോപ്പയുടെ സമീപത്തെത്തിയ ആദ്യത്തെ പേടകങ്ങളായി. യൂറോപ്പയുടെ മാഗ്നറ്റിക് ഫീൽഡ്, സർഫസ് എന്നിവയെപ്പറ്റി അവ പഠനങ്ങൾ നടത്തി. 1979 സൗരയൂഥത്തിന് പുറത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട വോയേജർ പേടകങ്ങൾ യൂറോപ്പയുടെ സമീപത്തെത്തി. ആ പേടകങ്ങളിൽ നിന്നുമാണ് യൂറോപ്പയുടെ ഉപരിതലത്തിനുള്ളിൽ വലിയ സമുദ്രമുണ്ടെന്ന് ആദ്യമായി നമ്മൾ കണ്ടെത്തുന്നത്. പിന്നീട് 1995 ജൂപ്പിറ്ററിനെയും ഗലീലിയൻ മൂൺസിനെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിക്കപ്പെട്ട ഗലീലിയോ പേടകം യൂറോപ്പയുടെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നു. അങ്ങനെ വളരെ മിനുസമാർന്ന യൂറോപ്പയുടെ അതിമനോഹരമായ ഉപരിതലം നമ്മൾ ആദ്യമായി നേരിട്ട് കണ്ടു. കൂടാതെ യൂറോപ്പയുടെ സമുദ്രത്തിൽ നിറഞ്ഞു കിടക്കുന്നത് ഭൂമിയിലേതുപോലെ തന്നെ ഉപ്പുവെള്ളമാണ് എന്നും കണ്ടെത്തി. പിന്നീട് ശനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിക്കപ്പെട്ട കസീനി എന്ന പേടകം യൂറോപ്പയെ സമീപിച്ച് യൂറോപ്പയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. പിന്നീട് പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിക്കപ്പെട്ട ന്യൂ ഹൊറൈസൺ എന്ന പേടകം
2007 യൂറോപ്പയെ സമീപിക്കുകയും ധാരാളം പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ വർഷം 2023 യൂറോപ്യൻ സ്പേസ് ഏജൻസി ജൂപ്പിറ്ററിനെ കുറിച്ചും ജൂപ്പിറ്ററിന്റെ തണുത്ത ചന്ദ്രന്മാരെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ജൂപ്പിറ്റർ ഐറ്റ് മൂൺസ് എക്സ്പ്ലോർ എന്ന ജൂസ് എന്ന പേടകം വിക്ഷേപിച്ചു. ഈ പേടകം 7 വർഷങ്ങൾക്ക് ശേഷം 2031 ജൂപ്പിറ്ററിന്റെ സമീപത്തെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പയിൽ ജീവനുണ്ടോ, യൂറോപ്പ വാസയോഗ്യമാണോ എന്ന് കണ്ടെത്തുക എന്നെല്ലാമുള്ള വലിയ ലക്ഷ്യങ്ങളുമായി ഈ വർഷം ഒക്ടോബർ മാസം 14 യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകം നാസ വിക്ഷേപിച്ചു. 2017 40,000 കോടി രൂപയോളം ചിലവാക്കി നാസ യൂറോപ്പ ക്ലിപ്പർ എന്ന ദൗത്യം ആരംഭിച്ചു. യൂറോപ്പയെ പരിവേഷണം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുക, യൂറോപ്പയിലെ രാസപദാർത്ഥങ്ങൾ, ഊർജം, ജലത്തിന്റെ സവിശേഷതകൾ ഇവയെപ്പറ്റിയെല്ലാം പഠിച്ച് യൂറോപ്പ എത്രമാത്രം വാസയോഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. യൂറോപ്പയിലെ മഞ്ഞിന്റെ താഴ്ചയും സമുദ്രത്തിന്റെ ആഴവും വളരെ കൃത്യമായി തന്നെ കണക്കാക്കുക. ബഹിരാകാശ പേടകങ്ങൾക്ക് ഇറങ്ങുന്നതിന് അനുയോജ്യമായ പ്രദേശം കണ്ടെത്തുക. ഇവയെല്ലാമാണ് യൂറോപ്പ ക്ലിപ്പറിന്റെ ദൗത്യങ്ങൾ. 20 അടിയോളം ഉയരമുള്ള ഈ ഭീമൻ പേടകത്തിൽ ധാരാളം അത്യാധുനിക ഉപകരണങ്ങളുണ്ട്. 72 അടിയോളം നീളമുള്ള വലിയ സോളാർ പാനലുകളാണ് ഈ പേടകത്തിലുള്ളത്. ഏകദേശം 150 വാട്ട്സോളം നിർമ്മിക്കുവാൻ കഴിവുള്ള പാനലുകളാണിവ. യൂറോപ്പയുടെ ഉപരിതല താപനില കൃത്യമായി കണ്ടെത്തുവാനും ഉപരിതലത്തിലെ മഞ്ഞിനെക്കുറിച്ചും മഞ്ഞിനു താഴെയുള്ള സമുദ്രത്തിൽ ജീവനുണ്ടെങ്കിൽ അവയിൽ നിന്നും പുറത്തു വരുന്ന താപനിലയെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി പഠിക്കുന്നതിനുമായി യൂറോപ്പ തെർമൽ എമിഷൻ ഇമേജിംഗ് സിസ്റ്റം, ഉപരിതലത്തിലെ പദാർത്ഥങ്ങളെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ തന്മാത്രകളെക്കുറിച്ചുമെല്ലാം വിശദമായി പഠിക്കുന്നതിനായി മാപ്പിംഗ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ ഫോർ യൂറോപ്പ, ഹൈ റെസല്യൂഷൻ ക്യാമറയായ യൂറോപ്പ ഇമേജിംഗ് സിസ്റ്റം. ഇതിലൂടെ യൂറോപ്പയുടെ ഉപരിതലം വളരെ വ്യക്തമായും കൃത്യമായും പൂർണ്ണമായും നമുക്ക് കാണുവാൻ സാധിക്കും. യൂറോപ്പയുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള യൂറോപ്പ അൾട്രാ വയലറ്റ് സ്പെക്ട്രോഗ്രാഫ്, മഞ്ഞിനെയും സമുദ്രത്തെയും കുറിച്ച് വിശദമായി പഠിക്കുന്നതിനും മഞ്ഞിനടിയിലുള്ള ഘടനകൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള റഡാർ ഫോർ യൂറോപ്പ അസസ്മെന്റ് ആൻഡ് സൗണ്ടിംഗ് ഓഷ്യൻ ടു നിയർ സർഫസ്, യൂറോപ്പയ്ക്ക് ചുറ്റിലുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി യൂറോപ്പ ക്ലിപ്പർ മാഗ്നെറ്റോമീറ്ററും, പ്ലാസ്മ ഇൻസ്ട്രുമെന്റ് ഫോർ മാഗ്നറ്റിക് സൗണ്ടിങ്ങും, യൂറോപ്പയിൽ നിന്നും പുറപ്പെടുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അവയിൽ ഓർഗാനിക് പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സർഫസ് ഡസ്റ്റ് അനലൈസർ, അവസാനമായി മാസ് സ്പെക്ട്രോമീറ്റർ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 14 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റിൽ പേടകം വിക്ഷേപിച്ചു. സൂര്യന് ചുറ്റിലും വലം വയ്ക്കുന്നതിനായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ പേടകം. 2025 ഫെബ്രുവരി മാസം മാർസിന്റെ സമീപത്തുകൂടെ പറന്ന് വേഗത കൂട്ടും. പിന്നീട് 2026 ഡിസംബർ മാസം ഭൂമിക്ക് സമീപത്തുകൂടെ പറന്ന് വീണ്ടും വേഗത കൂട്ടും. അതിനുശേഷം ജൂപ്പിറ്ററിന്റെ നേരെ കുതിക്കും. വിക്ഷേപിച്ച ശേഷം 5.5 വർഷങ്ങൾ കഴിഞ്ഞാണ് ജൂപ്പിറ്ററിന്റെ ഓർബിറ്ററിൽ കിടക്കുന്നത്. അതായത് പേടകം അന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. ജൂപ്പിറ്ററിനെ വലം വയ്ക്കുക എന്നതാണ് ഈ പേടകത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ജൂപ്പിറ്ററിനെ വലം വയ്ക്കുന്ന സമയത്ത് പലതവണ യൂറോപ്പയ്ക്ക് സമീപത്തൂടെ പറന്നു പോകും. അല്ലാതെ യൂറോപ്പയിൽ ലാൻഡ് ചെയ്യുകയോ യൂറോപ്പയെ വലം വയ്ക്കുകയോ ചെയ്യുകയേ ഇല്ല. അതിശക്തമായ ജൂപ്പിറ്ററിന്റെ റേഡിയേഷനാണ് ഇതുപോലെ പേടകത്തെ ക്രമീകരിക്കുവാൻ കാരണം. ജൂപ്പിറ്ററിന്റെ അപകടകരമായ റേഡിയേഷൻ മേഖലയിൽ നിന്നും വളരെ അകലേക്ക് പറന്ന് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റലിലായിരിക്കും പേടകം ജൂപ്പിറ്ററിനെ വലം വയ്ക്കുന്നത്. ഓരോ തവണ വലം വയ്ക്കുമ്പോഴും മറ്റ് ഗലീലിയൻ മൂൺസിന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ദിശ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ യൂറോപ്പയുടെ എല്ലാ വശങ്ങളിലൂടെയും സഞ്ചരിച്ച് ഏകദേശം 4 വർഷക്കാലത്തോളം വളരെ വിശദമായി തന്നെ പഠനങ്ങൾ നടത്തും. നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.